ഹലോ ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് ഞാൻ സെൽഫായിട്ട് എന്നെ തന്നെ ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ കാലുകളാണ് നമ്മുടെ വൃത്തി എന്നാണല്ലോ പറയുക. അപ്പോൾ കാലുകൾ തന്നെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷാമ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ ഷാമ്പു ഒഴിച്ച് ഞാൻ അതിനൊന്ന് പതപ്പിച്ച് എൻ്റെ കാലുകൾ അതിലേക്കൊന്ന് ഇറക്കി വെക്കുന്നുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കാലിതിലേക്ക് വെക്കുന്ന ടൈമിൽ കാലൊന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കാപ്പിപ്പൊടി, പഞ്ചസാരയും ഒരു നാരങ്ങ നീരും കൂടി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി വെള്ളത്തിൽ കിടക്കുന്ന കാലിനെ പുറത്തെടുത്ത് നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ബ്രഷിൻ്റെ ടീത്ത് വെച്ചിട്ട് ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. നമ്മുടെ നെയിൽസിൻ്റെ അതിൽ കുറേ പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ആക്ച്വലി ഓൺലൈനിൽ ഒരുപാട് ഈ നമ്മുടെ പെഡിക്യൂർ ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ റഫായിട്ടുള്ള സ്കിന്നൊക്കെ റിമൂവായി പോയിക്കോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മളിപ്പം വീട്ടിലിത് ചെയ്യണതല്ലേ, അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പം ഞാൻ ചെയ്യണത്, നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന സ്ക്രബ്ബ് നന്നായിട്ട് ആ നാരങ്ങയുടെ തോട് വെച്ചിട്ട് നമ്മുടെ കാലുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിട്ടോ, കാല് നല്ല ഗ്ലോ ആയിട്ട് നല്ല സ്മൂത്താവും. സ്ക്രബല്ലേ, അതുകൊണ്ട്. അപ്പം ഞാൻ ആ നാരങ്ങയുടെ തോട് വെച്ചിട്ട് ആ നെയിൽസിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് അതിനെ ഒന്ന് കളഞ്ഞ് കാലൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ആ ഒരു വാട്ടർ കളഞ്ഞതിന് ശേഷം കുറച്ച് നല്ല വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കാല് വീണ്ടും ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാഷ് ചെയ്തിട്ട് ഈ ടൈമിൽ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, നെയിൽസ് കട്ട് ചെയ്യണമെങ്കിൽ നെയിൽസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നെയിൽസൊക്കെ കട്ട് ചെയ്യാൻ ഈസിയാണ്, കാരണം സ്മൂത്തായിട്ടിരിക്കുകയല്ലേ വെള്ളത്തിൽ കിടന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ നെയിലൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടവൽ വെച്ചിട്ട് കാലൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാല് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് സമയം ചിലവാക്കണം കേട്ടോ. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസും ഹാപ്പിനെസ്സും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. വലിയ ചിലവൊന്നുമില്ലല്ലോ. ഇനി ഞാൻ കുറച്ച് മോയ്സ്ചറൈസറും കൂടി കാലിലേക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയിൽ പോളിഷ് ഇടാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.